Hi friends, welcome to my YouTube channel. നമ്മള് ഇന്ന് ബോളി ഉണ്ടാക്കാൻ പോണേ. ബോളി ഉണ്ടാക്കാൻ ചേട്ടനെ ഹെൽപ്പ് ചെയ്യാം. വാ. Hello guys. ഒരു കപ്പ് കടലപ മൈദ, മുക്കാൽ കപ്പ് പഞ്ചസാര, കുറച്ച് ഏലക്കാപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് വേണം, 2 ടേബിൾ സ്പൂൺ നെയ്യ്. ഇനി നമുക്ക് കുറച്ച് അരിപ്പൊടി വേണം, കുറച്ച് നല്ലെണ്ണ വേണം. ഇനി നമുക്ക് കടലപ എല്ലാം മുക്കി വെച്ചിട്ട് വെള്ളമില്ല. ഇനി നമുക്ക് ആക്കണം, ഇത് കുക്ക് ചെയ്തെടുക്കണം, ചേന വയ്ക്കണം. ഇത് നമ്മൾ 8 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച കടലപ്പരിപ്പാണ്. ഇത് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാൻ പോവുകയാണ്. വെള്ളത്തിൻ്റെ അളവ് കുറപ്പില്ല, കാരണം ഇത് എന്തായാലും ഡ്രെയിൻ ചെയ്യാൻ പോവുകയാണ് ഇതിൻ്റെ വെള്ളം. ഇതിങ്ങനെ കുറച്ച് വീഴുന്ന പൊട്ടേറ്റോ പൊലിയില്ലേ, ഇതിങ്ങനെ ചെയ്യണം, അപ്പോൾ അത് വെന്തെന്ന് അറിയാം കേട്ടോ. ഇനി നമുക്ക് ഇതിലുള്ള വെള്ളം ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇനി ഇത് വെള്ളം മാറുന്ന തണുത്ത ശേഷം നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി, മൈദ, ഇത് എല്ലാം ഇതിലിട്ടിട്ട് കുറേശ്ശെ വെള്ളമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമുക്ക് മൈദ വേണം. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി വേണം. ഇനി നമുക്ക് ഉപ്പ് വേണം. ഇനി നമുക്ക് വെള്ളം വേണം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമുക്ക് ഇനി ആദ്യവും വട്ടി ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് സ്റ്റിക്ക് ആയാൽ നമുക്ക് എല്ലാം മാറ്റണം കയ്യിൽ വെച്ചിട്ട്. നല്ല ഹാർഡാണ്. ഇനി ഒത്തിരി ഹാർഡാണ് ഈ സ്പൂൺ വെച്ചാൽ. എല്ലാം പോകുന്ന കണ്ട നല്ല സ്റ്റിക്ക് ആവുന്നില്ല, സ്റ്റിക്ക് ആവില്ല. സ്റ്റിക്ക് ആയാൽ നമുക്ക് ബോൾ ഉണ്ടാവും. അയ്യോ, ഒട്ടടിയുണ്ട്. നമുക്ക് ഒത്തിരി വെള്ളം ഉണ്ടാവും. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കയ്യിൽ മിക്സ് ചെയ്യാം. സ്റ്റിക്ക് ആവുന്നില്ല, കണ്ടല്ല സ്റ്റിക്കി ആയാൽ നമുക്ക് ഇത് മാറ്റണം കൈ വെച്ചിട്ട്.
നല്ലതായിട്ട് മിക്സ് ചെയ്യണം. നമുക്ക് ഒത്തിരി സ്റ്റിക്കാണ്, നമുക്ക് ഒത്തിരി വെള്ളം വേണം, ഒത്തിരി വെള്ളം വേണം. ഇനി നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്യണം കൈ വെച്ചിട്ട്. ഒത്തിരി ആയാൽ നല്ല സ്റ്റിക്കി ആവും. സ്റ്റിക്കി ആയാൽ വെള്ളത്തിൻ്റെ ഫോട്ടോ വയ്ക്കും. വെള്ളമായാൽ സോയി പൊടിയണം. നല്ലതായിട്ട് ഇനി നമുക്ക് സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്യാം. ഈ റൈറ്റിലാക്കാം. നല്ല സ്റ്റിക്കി അല്ല, ഒത്തിരി സ്റ്റിക്കിയാണ്. ഇത് കുട്ടിയാ നല്ല സ്റ്റിക്കി ആവും. നമുക്ക് ഇനി വാട്ടർ ഉണ്ടാവും. ഇനി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് വയ്ക്കണം. നമുക്ക് ഈ ഡോ വെച്ചിട്ട് നമുക്ക് നല്ലെണ്ണ മുക്കി വയ്ക്കണം. കുറേശ്ശെ ഇട്ട് നല്ല ഓയിലാണ്. നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. സൗണ്ട് കേൾക്കണം. 1 hour വെയിറ്റ് ചെയ്യണം. ഇത്ര എണ്ണ കണ്ട് ആരും പേടിക്കരുത്. ഈ എണ്ണ നമ്മൾ ഡ്രെയിൻ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ എണ്ണ നമ്മൾ ഡ്രെയിൻ ചെയ്ത് നമുക്ക് വേറെ യൂസസിന് എടുക്കാം. ഇനി നമുക്ക് ഇത് 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 മിക്സിയിൽ വെക്കണം, അരച്ചെടുക്കണം. ഇനി നമുക്ക് ഇത് അയച്ചെടുക്കണം. അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഇത് ശ്രദ്ധിക്കേണ്ട, ഒരു തുള്ളി വെള്ളം ഈ മിക്സറിൽ ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്ക് നമ്മൾ പാൻ ചൂടായി. ഇനി നമുക്ക് നെയ്യ്, ഏലക്ക, പഞ്ചസാര ഇത് എല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ ഇടണം. ഇത് നിങ്ങൾക്ക് വെള്ളം ചേർക്കേണ്ടി വരില്ല, കാരണം ഇത് ചൂടായിക്കൊള്ളുമ്പോൾ ഇതിൽ സ്വയം ഇത് കട്ടിയായിക്കോളും. ഒരു ഡോന്റെ ഒരു ടെക്സ്ചർ ആകുമ്പോൾ ഓൾറെഡി ഡോന്റെ ടെക്സ്ചർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫുള്ളി ആയില്ല, പക്ഷേ ഇറ്റ്സ് ബിൽഡിംഗ് അപ്പ്. നമ്മുടെ ഈ ഡോ നമ്മുടെ കയ്യിലൊരു ബോളാവുന്ന പരിവാകുമ്പോൾ നമുക്ക് ഈ തീ നിർത്താം. ഇനി നമ്മുടെ ഈ ഡോ ഒത്തിരി നേരം തണുക്കാൻ വയ്ക്കാം. ഇനി നമുക്ക് ഈ ഓയിൽ ആട്ടണം. ഇനി നമുക്ക് നമ്മൾ ഡോ റെഡിയായി. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ല ഓയിലാണ്. നമ്മൾ എല്ലാം അത് ചെയ്ത് മാവിട്ട് ഉപ്പിട്ട് ഏലക്കാട്ട് മൈദ ഇട്ട്
എല്ലാം വെള്ളമായിട്ട് അത് ബോളായിട്ട് ഒരു ഫ്ലവർ ഇട്ട് ഒരു മൈദ ഇട്ട് നീ നമുക്ക് സ്റ്റിക്കായിട്ട് വെള്ളം ഇട്ട് ഇനി നമുക്ക് ഇത് ബോളാക്കണം. ഇന്നാക്കണം. ഇനി നമുക്ക് ഇത് ഈ ബോള് ഇത് വെക്കണം. സൈഡില് ഈ ബോൾ വെക്കണം. കണ്ട സ്റ്റിക്ക് ആവണ കണ്ട ഓയിലായിന് അങ്ങനെ സ്റ്റിക്ക് ആവണ്ട. ഒത്തിരി പോണം അയച്ചു വെച്ചത് സ്റ്റിക്ക് ആവും. ഒത്തിരി ആക്കണം. ഇത് വയ്ക്കാൻ പറ്റും. നല്ല സ്റ്റിക്കാണ്. ഇനി നമുക്ക് ബോൾ വയ്ക്കണം. ഒത്തിരി കൂടെ വെക്കണം. ഇനി നമുക്ക് ഇത് ബോളാക്കി. ഇനി നമുക്ക് ഇത് പരട്ടണം. നമുക്ക് ഇതില് ഇത് വേണം. നമുക്ക് സ്പ്രിംഗിളിൽ വെക്കണം. ഒത്തിരി വെക്കണം.
ഇനി അവിടെ വെക്കണം. റോൾ ചെയ്യണം. സ്റ്റിക്കിയായ കുഴപ്പമില്ല. ഒത്തിരി സ്റ്റിക്കിയാണ് ഇത്. ഒത്തിരി മാവാക്കണം. നല്ലതായിട്ട് വഴറ്റണം, റോൾ ചെയ്യണം. നമുക്ക് ഈ പാന് ചൂടാക്കണം. ഒത്തിരി നെയ്യാണ്. നമുക്ക് ഇത് ചുട്ടെടുക്കണം. നമ്മുടെ പാൻ ചൂടായി. അതിൻ്റെ പുറത്ത് നമ്മൾ നെയ്യ് തേച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ ബോളിയുടെ ഡോ നമുക്ക് അതിൽ ഇട്ട് ചൂടാം. ബോളിയിൽ ചെറിയ ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത് നമ്മുടെ സിഗ്നല് ബോളി വെന്തതാണ്. കണ്ട ഇവിടെ എല്ലാം ആയി. അപ്പോൾ നമുക്കിത് ഈ പ്ലേറ്റിലോട്ട് മാറ്റാം. നമുക്ക് പുതിയ മാവ് വയ്ക്കാം. ഇനി നമ്മൾ ബോളി റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിക്കാം. നമ്മൾ വെച്ച പൊടിയുടെ മിക്സർ നമുക്ക് പായസം ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അത് അമ്മ നാളെ ഉണ്ടാക്കാം. ഇനി ചേട്ടൻ്റെ ഒന്നാം ചാനലുണ്ട്. എൻ്റെ ചാനലിൻ്റെ പേര് കണ്ണൻസ് വേൾഡ് ആണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, ഷെയർ ചെയ്യുകയും ചെയ്യുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ